ഹായ് ഹലോ! ഇന്ന് ഒരു ബേക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ കരുതി നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന്. എൻ്റെ ടെറാക്കോട്ട ജ്വല്ലറി മേക്കിങ്ങിൻ്റെ തുടക്കത്തിൻ്റെ കഥ. എൻ്റെ ആദ്യത്തെ പരാജയത്തിൻ്റെ കഥ. ടെറാക്കോട്ട ജ്വല്ലറി മേക്കിംഗ് എന്ന് പറയുന്ന സംഭവം എൻ്റെ മനസ്സിലിങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇത്. എങ്ങനെയെങ്കിലും ജ്വല്ലറീസ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മയടുത്ത് എന്നും പറയുമായിരുന്നു, "അമ്മേ ടെറാക്കോട്ട ജ്വല്ലറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ക്ലേ വെച്ചാ ജ്വല്ലറീസ് ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ ഉടുപ്പിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള കളറിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. നമുക്കിത് സെല്ല് ചെയ്യാം. ഒരുപാട് പേര് വാങ്ങിക്കും. ഒരുപാട് പൈസ ഉണ്ടാക്കാം." എന്നിങ്ങനെ. ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ? നമ്മളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ? മാത്രമല്ല ഇത് താഴെ വീണാൽ പൊട്ടിപ്പോകത്തില്ലേ? ഇങ്ങനെയൊക്കെ പല പല സംശയങ്ങളായിരുന്നു എൻ്റെ അമ്മയുടെ മനസ്സിൽ. പക്ഷേ എൻ്റെ മനസ്സിൽ ആഗ്രഹവും ആ ഒരു കൗതുകമൊക്കെ കണ്ടിട്ടായിരിക്കാം എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ഒരു 500 രൂപ തന്നിട്ട് പറഞ്ഞു, "ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കാൻ." ഈ പൈസ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ സ്വർഗ്ഗം കിട്ടിയൊരു ഫീലായിരുന്നു. അധികം വെച്ച് താമസിപ്പിക്കാതെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു കടയിൽ പോയി ഒരു എയർ ഡ്രൈ ക്ലേയും അതുപോലെ തന്നെ കുറച്ച് കോപ്പർ വയേഴ്സ് വാങ്ങി. ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് എയർ ഡ്രൈ ക്ലേ ആണെന്ന് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പരിചയം വെച്ചാണ് ഞാൻ പോയി എയർ ഡ്രൈ ക്ലേ വാങ്ങിയത്. വീട്ടിൽ വന്നപ്പോഴാണ് പണി പാളിയത് മനസ്സിലായത്. അതായത് ഈ ക്ലേ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. നമുക്ക് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ മോൾഡ് ചെയ്യാനോ ഒക്കെ ഭയങ്കര പാടായിരുന്നു. ഇനി ഞാൻ വാങ്ങിയ ക്ലേയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു. ഒരു ഡിസൈൻ ഒരിടത്തിട്ടിട്ട് മറ്റൊരിടത്ത് പോയി മറ്റൊരു ഡിസൈൻ ഇടുമ്പോഴത്തേക്കും നേരത്തെ ഡിസൈൻ കാണുന്നില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കി എയർ ഡ്രൈ ക്ലേ വെച്ച് എൻ്റെ പണി നടക്കില്ലെന്ന്. അങ്ങനെ കുറേ മാസത്തേക്ക് എൻ്റെ ആഗ്രഹങ്ങളും ത്വരകളും എല്ലാം ഞാനൊരു പെട്ടിക്കകത്താക്കി പൂട്ടി അങ്ങ് വെച്ചു. എൻ്റെ മൊത്തം ആവേശവും ആ ഒരൊറ്റ ദിവസം കൊണ്ടില്ലാതെ. ലെസൺ നമ്പർ 1: എയർ ഡ്രൈ ക്ലേ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മീ.